ദില്ലിയിൽ നിന്നൊരു വാർത്ത വരുന്നു. രാവിലെ തന്നെ ദില്ലി സാകേതിൽ 5 നില കെട്ടിടം തകർന്നു വീണുണ്ടായ അപകടത്തിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു. 9 പേരെ ഇതുവരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ചില ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായി സംശയമുണ്ട്. NDRFന്റെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടക്കുന്നത്. നോബൽ ബാരിക്കാരൻ ഇപ്പോൾ സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട്. നോബൽ, വെരി ഗുഡ് മോർണിംഗ് നോബൽ. എന്താണ് സാകേതിൽ, എപ്പോഴാണ് ഈ അപകടം നടന്നത്? വളരെ നടുക്കുന്ന ദൃശ്യങ്ങളാണ് അവിടെയുള്ളത്. ഇപ്പോഴും ചിലർ ഈ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പല തവണയും നമ്മൾ ഇതേപോലെ കെട്ടിടം തകർന്ന വാർത്ത ദില്ലിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ കെട്ടിടം തകർന്നതിന് പിന്നിലുള്ള കാരണം? പഴകിയ കെട്ടിടമായിരുന്നോ? ഫിറ്റ്നസ് ഉണ്ടായിരുന്നില്ലേ? എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? 5 നില കെട്ടിടമാണ് തകർന്നത്. കെട്ടിടം പൂർണ്ണമായും തകർന്ന നിലയിലാണോ? ആ സമയത്ത് കൂടുതൽ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു നോബൽ ബാരിക്കാരൻ? ഇപ്പോഴും കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ? അരുൺ, ദില്ലി സാകേത് മെട്രോ സ്റ്റേഷന് ഏറെക്കുറെ 500 മീറ്റർ അകലെയാണ് നമ്മൾ പറഞ്ഞ ഈ കെട്ടിടം തകർന്നു വീണിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് എത്രത്തോളം വലിയ അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. 5 നില കെട്ടിടമാണ്, അതേപടി തന്നെ നിലം പൊത്തുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ എത്രത്തോളം ഭയാനകമാണ് എന്ന് പറയേണ്ട കാര്യമില്ല, അത് കൃത്യമായി തന്നെ വ്യക്തമാണ്, കാഴ്ചയിൽ വ്യക്തമാണ്. ഈ കെട്ടിട അവശിഷ്ടങ്ങൾക്കടിയിൽ ആളുകൾ അടക്കം ഉണ്ട് എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പരാതി. രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പരിസര പ്രദേശങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒന്ന് കാണാൻ കഴിയും. അതായത് ചുറ്റുപാടും ബിൽഡിങ്ങുകളാണ്. ആ ബിൽഡിങ്ങിന് നടുക്കായിരുന്നു ഈ 5 നില കെട്ടിടം ഉണ്ടായത്. ഇതൊരു സാധാരണ ഒരുപാട് ഓഫീസുകളൊക്കെ പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങളാണ് ഈ കാണുന്നതെല്ലാം. ഇങ്ങോട്ട് ചെറിയ ഇടവഴികൾ മാത്രമാണ് ഉള്ളത്. ഇത്രയും വലിയ അപകടം ഉണ്ടാകുമ്പോഴും രക്ഷാപ്രവർത്തനം നടത്താനുള്ള സ്ഥലപരിമിതിയാണ് വലിയ പ്രതിസന്ധി എന്ന് വേണം പറയാൻ. കാരണം നമുക്ക് കാണാൻ കഴിയും, ഒറ്റ JCBക്ക് മാത്രമാണ് ഇതിനകത്തേക്ക് വന്ന് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്താനുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളൂ. കാരണം മറ്റു വാഹനങ്ങൾ കയറാനുള്ള വഴികളില്ല. എന്താണെങ്കിലും ഈ 5 നില കെട്ടിടത്തിൽ ഇന്നലെ വൈകുന്നേരം 7:30യോടെയാണ് അപകടം ഉണ്ടാകുന്നത്. ഓഫീസ് സമയം കഴിഞ്ഞതുകൊണ്ട് തന്നെ വലിയ ദുരന്തം ഒഴിവായി എന്നാണ് പ്രദേശവാസികൾ അടക്കം വ്യക്തമാക്കുകയും ചെയ്യുന്നത്. കാരണം അല്ലെങ്കിൽ ഒരു പക്ഷേ 300-400 ആളുകളൊക്കെ വന്നു പോകുന്നൊരു സ്ഥലമാണ്. അങ്ങനെയുള്ള സ്ഥലമാണ്. എന്താണെങ്കിലും ഇന്നലെ ഏകദേശം ഈ പറഞ്ഞ സമയപരിധി കഴിഞ്ഞതുകൊണ്ട് തന്നെ വലിയ തരത്തിൽ, അതായത് ഈ പറഞ്ഞ 7:30 കഴിഞ്ഞതുകൊണ്ട് തന്നെ ആളുകൾക്ക് കുറച്ച് ഇവിടുന്ന് പോയത്. അത് മാത്രമല്ല, ഈ കെട്ടിടത്തിന് ഏറ്റവും താഴ്ത്ത നിലയിൽ ഒരു മെസ് പ്രവർത്തിച്ചിരുന്നതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ആ മെസ്സിലെത്തിയ വിദ്യാർത്ഥികളടക്കം എന്താണെങ്കിലും ഇതിൽ പെട്ടിട്ടുണ്ട് എന്നറിയാം. നമുക്ക് ഈ പരിസരവാസി ഒരാൾ നമുക്കൊപ്പം ഉണ്ട്, തൊട്ടടുത്ത കെട്ടിടത്തിന്റെ കെയർടേക്കർ കൂടിയാണ്. ക്യാ ഹുവാ, കബ് ഹുവാ? ये जी शाम का वक्त था, 7 बजे के आसपास की बातें हैं। उस टाइम एकदम बिल्डिंग नीचे आके गिर गई पूरी। प्लीज। हाँ जी, कितना लोग का पता है इसमें? देखो जी, इस बारे में तो मालूम नहीं, क्योंकि ऑफिस की छुट्टी हो चुकी थी, स्टाफ जा चुका था। ഈ ഓഫീസ് സമയം കഴിഞ്ഞതുകൊണ്ട് തന്നെ വലിയ അപകടം ഒഴിവായി എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. എന്താണെങ്കിൽ രക്ഷാപ്രവർത്തനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കെട്ടിടം തകർന്നു വീണപ്പോൾ ഇതിന്റെ പരിസര പ്രദേശത്തുള്ള കെട്ടിടങ്ങളിൽ കൂടി അപകടങ്ങൾ, അതിന്റെ കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. തൊട്ടടുത്ത കെട്ടിടങ്ങളിലൊക്കെ കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട്. എന്താണെങ്കിലും വിശദമായ അന്വേഷണം ഇതിൽ നടക്കും എന്നാണ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. അല്പം ആശ്വാസമുള്ള കാര്യം ഇത് വൈകുന്നേരമാണ്. നോക്കുക, കെട്ടിടങ്ങളൊക്കെ ഇരിക്കുന്നത് ആകെ പൊളിഞ്ഞ് ഒരു പരുവായ കെട്ടിടങ്ങളാണ്. ഈ കെട്ടിടത്തിനുള്ളിലാണ് ഒരു കോച്ചിങ് സെന്റർ പ്രവർത്തിച്ചിരുന്നത് എന്നാണ്. മറ്റു ചില സ്ഥാപനങ്ങളും അവിടെ പ്രവർത്തിച്ചിരുന്നു. എന്നാലും വിദ്യാർത്ഥികൾ ആ സമയത്ത് അവിടെ എത്താത്തതും ഒരു അപകടത്തിന്റെ ആഘാതം കുറച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. അതല്ലെങ്കിൽ വലിയൊരു ദുരന്തത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുമായിരുന്നത്. 5 നില കെട്ടിടമാണ്, മെട്രോയ്ക്കടുത്തുള്ള സാകേതിലുള്ള 5 നില കെട്ടിടമാണ് തകർന്നു വീണത്. വൈകുന്നേരമാണ് 7 മണിയോട് കൂടിയാണ് ഈ അപകടം നടന്നത്. അതല്ലെങ്കിൽ ഈ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഒരുപാട് വിദ്യാർത്ഥികൾ പഠിക്കാൻ വരുമായിരുന്നു. താഴത്തെ സെന്ററിൽ നടക്കുന്നത് ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വലിയൊരു ദുരന്തമാണ്. അതിൽ 9 പേരെ ഇതുവരെ രക്ഷപ്പെടുത്തി എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ദില്ലിയിൽ നിന്നും നോബൽ ബാരിക്കാരനാണ് ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.